വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ എടുത്ത് ഏതെങ്കിലും ഒരു ചാനലിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ കാണുവാൻ, നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ ബന്ധുക്കളോട്, ഏറ്റവും അടുത്തവരോട് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്യുക. അതല്ല, നിങ്ങൾ മറ്റേതെങ്കിലും യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ ഒക്കെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുകയോ ഇത് ഫോർവേഡ് ചെയ്യുകയോ ചെയ്ത് ഷെയർ ചെയ്ത് അവർക്ക് കൂടി ഇത് കാണാൻ ഇടയാകട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ നമുക്ക് ചേർന്ന് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കൊച്ചിയിൽ നിന്നുള്ള CC ജോണിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജന്മദിനമാണല്ലോ. അങ്ങയുടെ നാമത്തിൽ കർത്താവ് തൻ്റെ ആരോഗ്യത്തിനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ എല്ലാവരുടെയും അനുഗ്രഹത്തിനായും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ മാർച്ച് 16 മകൾ സുലുവിൻ്റെയും കൊച്ചുമകൻ യോഹാൻ്റെയും ജന്മദിനമായിരുന്നല്ലോ കർത്താവെ. അങ്ങയുടെ നാമത്തിൽ അവരെ രണ്ടുപേരെയും പ്രത്യേകിച്ച് ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സുലുവിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ രക്ഷയിലേക്ക് വരുവാനും അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ. യോഹാന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ, ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് അങ്ങയോട് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള വെൽവിഷറായ സഹോദരിക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. BSc എക്സാം റിസൾട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്രയും വേഗം നല്ല റിസൾട്ട് ലഭിക്കുവാൻ വേണ്ടി കർത്താവെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ സഹോദരിയെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കും ഇതുപോലെ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറി ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമായി മാറാം. സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക. കർത്താവ് നിങ്ങളെയും ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ. തടസ്സങ്ങൾ നിറഞ്ഞ ലോകം, വേദനകൾ സമ്മാനിക്കുന്ന ജീവിതം, മോഹഭംഗങ്ങൾ നൽകുന്ന അനുഭവങ്ങൾ, ആകുലതകൾ തളം കെട്ടിയ നാളുകൾ, പ്രതിവിധികൾ തേടി നെട്ടോട്ടമോടുന്ന മനുഷ്യർ. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുവാൻ ബ്ലെസ്സിങ് ടുഡേ ഓഫർ ചെയ്യുന്ന പുസ്തകം തടസ്സങ്ങളെ തകർക്കുക. ഏവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷാശൈലി, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ പഠനങ്ങൾ, ജീവിത വിജയത്തിന്റെ സൂത്രവാക്യവും തത്വങ്ങളും, സ്വന്തം ജീവിത ലക്ഷ്യം കണ്ടെത്തുവാനും അതിലേക്ക് കുതിക്കുവാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ, സംസ്കരിക്കപ്പെട്ട സ്വപ്നങ്ങളെ പുനരുദ്ധാനം ചെയ്യിപ്പിക്കുന്ന സന്ദേശങ്ങൾ, തടസ്സങ്ങളെ തകർത്ത് വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചവരുടെ ഹൃദയസ്പർശിയായ ജീവിത കഥകൾ. നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ തകർത്ത് വിജയകാഹളം മുഴക്കുവാൻ ഇന്ന് തന്നെ ഈ പുസ്തകത്തിന്റെ കോപ്പികൾ ഓർഡർ ചെയ്യുക. കോപ്പികൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. വില 200 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484 422 150. www.amazon.in എന്ന വെബ്സൈറ്റിലൂടെയോ www.blessingtodayshop.com എന്ന വെബ്സൈറ്റിലൂടെയോ ഓൺലൈനായും ഈ പുസ്തകം നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൂപ്പർ സൺഡേ തിരുവനന്തപുരത്ത് ബ്രദർ ഡാമിയൻ ആന്റണി നേതൃത്വം നൽകുന്ന അനുഗ്രഹദായകമായ വചന ശുശ്രൂഷ മാർച്ച് 24 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ രാജധാനി ഓഡിറ്റോറിയം, കിഴക്കേക്കോട്ട, കോട്ടക്കകം. എക്സ്പീരിയൻസ് റിയൽ മൂവ് ഓഫ് ഗോഡ്. ബ്രദർ ഡാമിയൻ മിനിസ്റ്ററിംഗ് ഇൻ ദുബായ് ബ്ലെസ്സിങ് ടുഡേ ഫെസ്റ്റിവൽ. മാർച്ച് 22 വെള്ളിയാഴ്ച 5:30 PM to 7:30 PM. ABC Hall near Al Mulla Plaza, Hall number 7, Office Entrance, Al Nada. Contact 0563 422 132. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ
നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. ഇവിടെ യേശു വചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രമാണിയായ, അല്ലെങ്കിൽ എ സിനഗോഗ് റൂളർ, സിനഗോഗ് ലീഡർ വന്നിട്ട് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി. എൻ്റെ മകൾ കഴിഞ്ഞുപോയി എന്ന് വെച്ചാൽ മരിച്ചുപോയി എന്നർത്ഥം. എങ്കിലും മകൾ മരിച്ചുപോയ ഒരു പള്ളി പ്രമാണി മകളുടെ ശവസംസ്കാരം നടത്താതെ മകളുടെ ഡെഡ് ബോഡിയുടെ സമീപത്തിരുന്ന് മാറത്തടിച്ച് കരയാതെ ഓടി യേശു പ്രസംഗിക്കുന്ന സ്ഥലത്ത് വന്ന് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവനെ ആരാധിച്ച് അവനോട് വിളിച്ചു പറയുക, എൻ്റെ മകൾ മരിച്ചുപോയി. 18-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗത്ത്, എന്നാൽ വന്ന് എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ വന്ന് എൻ്റെ മകളെ സൗഖ്യമാക്കണം, അവൾ രോഗിയാണ് എന്നല്ല പറയുന്നത്, അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞുപോയി, ആൾ മരിച്ചുപോയി, എൻ്റെ മകൾ മരിച്ചുപോയി. നീ വന്നാൽ യേശുവെ അങ്ങയ്ക്ക് രോഗസൗഖ്യം നൽകാൻ മാത്രമല്ല, അങ്ങയ്ക്ക് മരിച്ചവരെ എഴുന്നേൽപ്പിക്കാനും കഴിയും. ഇന്ന് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ രോഗിയായി കിടക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ രോഗത്തെ സൗഖ്യമാക്കിയാൽ മതി. എന്നാൽ മരിച്ചുപോയ സ്ഥാനത്ത് രോഗസൗഖ്യത്തിന് പ്രസക്തിയില്ല. ഹീലിംഗ് അല്ല അവിടെ വേണ്ടത്, റിസറക്ഷൻ ആണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല. ഇത് ഒരു കുഞ്ഞിൻ്റെ മരണത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ മറ്റു ചിലരുടെ അവസ്ഥകളെ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നു. എന്ന് വെച്ചാൽ ഇനി ഹോപ്പ്ലെസ് ആയി തീർന്നിരിക്കുന്നു, ഇനി റിപ്പയർ ഒന്നും നടക്കില്ല, പാച്ചപ്പ് ചെയ്യാൻ സാധ്യമല്ല, എല്ലാ രീതിയിലും പ്രതീക്ഷ തീർന്നു. അങ്ങനൊരവസ്ഥയിൽ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നത് അവിടെയും പ്രത്യാശയ്ക്ക് വകയുണ്ട്. യേശു ഒന്ന് വന്ന് കൈവച്ചാൽ മതി. എത്ര പേർ കൈകൾ ഉയർത്തി പറയും, കർത്താവേ അങ്ങ് വന്ന് ഒന്ന് കൈവച്ചാൽ വിടുതലുണ്ട്. ഹല്ലേലൂയ. കൈകൾ താഴെയിടാം. 19-ാം വചനം വായിക്കാം. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവൻ്റെ കൂടെ ചെന്നു. അപ്പോൾ യേശു ഉടനെ, യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അവിടെ പറയുന്നത് ജീസസ് ഗോഡ് ആൻഡ് വെന്റ് വിത്ത് ഹിം ആൻഡ് സോ ഡിഡ് ഹിസ് ഡിസൈപ്പിൾസ്. യേശു ചെയ്തത് ഉടൻ തന്നെ എഴുന്നേറ്റ് അവനോടൊപ്പം പോയി. യേശു വരില്ല എന്ന് പറഞ്ഞില്ല, ഇന്നെനിക്ക് മൂഡില്ല എന്ന് യേശു പറഞ്ഞില്ല, ഇന്ന് ഞാൻ ഓഫാണ്, ലീവാണ് എന്ന് യേശു പറഞ്ഞില്ല, ഇന്ന് തിരക്കാണ് എന്ന് യേശു പറഞ്ഞില്ല. യേശു വിളിച്ചപ്പോൾ, ക്ഷണിക്കപ്പെട്ടപ്പോൾ അവൻ എഴുന്നേറ്റ് അവരോടൊപ്പം പോയി. ഞാനതാ കുറച്ച് മുമ്പ് പറഞ്ഞത്. ആരെല്ലാം ഇന്ന് യേശുവിനോട് പറയും, യേശുവെ എൻ്റെ വീട്ടിലോട്ടൊന്ന് വരണം എന്ന് പറയുന്നു, അവരോടൊപ്പം നിശ്ചയമായും യേശു വന്നിരിക്കും. അതിൻ്റെ തെളിവാണ് ഇവിടെ കാണുന്നത്. എത്ര പേർ കൈകൾ ഒരു തുടിക്കൽ കൂടി പറയും, യേശുവേ എൻ്റെ വീട്ടിലേക്ക് അങ്ങ് വരണമേ. ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല, എന്നേക്കുമായി എൻ്റെ വീട്ടിലേക്ക് യേശു വരണമേ. ചില ആളുകൾ യേശു വീട്ടിലേക്ക് വരുന്ന ഇഷ്ടമല്ലാത്തവരുണ്ട്. കാരണം എന്ന് വെച്ചാൽ യേശു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ എൻ്റെ കയ്യിലിരിപ്പൊക്കെ മാറ്റേണ്ടി വരും, അതൊന്നും മാറ്റാൻ എനിക്ക് താല്പര്യമില്ല, പുകവലി മാറ്റേണ്ടി വരും, അതുകൊണ്ട് ഇപ്പോൾ യേശു വരേണ്ട ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഒന്ന് ബീഡി വലിച്ച് അതൊന്ന് നിർത്താൻ പറ്റുമെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാൽ മതി. നോ, യേശു വന്നാൽ ബീഡി വലി പുറത്ത് പൊക്കോളും. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീതിമാന്മാരെ അന്വേഷിച്ചല്ല ഞാൻ വന്നത്, പാപികളെ അന്വേഷിച്ചാ വന്നത്. അതുകൊണ്ടൊരു പാപിയായ ഒരാൾ പറയുക, ഒരു കുടിയൻ പറയുക, പുകവലിക്കുന്ന ഒരാൾ പറയും എന്നെ കൂടി വാ, യേശു വരും. എന്തിനാണെന്നറിയാമോ? നിന്റെ അദുശീലങ്ങളും വൃത്തികെട്ട സ്വഭാവങ്ങളും മാറ്റി നിന്നെ വിശുദ്ധമാക്കി നിന്നെ നീതിയിലേക്ക് നടത്താൻ വേണ്ടി യേശു വരും. എല്ലാം തികഞ്ഞവരുടെ വീട്ടിലല്ല യേശു വരുന്നത്. ഒരിക്കൽ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യേശുവിനൊരു ഇരട്ട പേരുണ്ടായി. യേശുവിൻ്റെ ഇരട്ട പേര് ഇങ്ങനെയായിരുന്നു, പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതൻ, കൂട്ടുകാരൻ. എൻ്റെ അർത്ഥം അന്നത്തെ കാലത്ത് യേശു പോയത് വിശുദ്ധന്മാരുടെ ഭവനങ്ങളിലേക്കല്ല. എവിടെയാണോ ഒരു പാപി ഉള്ളത്, ഒരു കുടുംബാപി ഉള്ളത്, അവരെല്ലാം വീട്ടിൽ യേശു പോയി. പക്ഷെ ഒരിക്കൽ യേശു കാൽ ചവിട്ടിയാൽ പിന്നെ അവൻ പാപി അല്ല. ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായിയുടെ വീട്ടിലേക്ക് ചെന്നു.
അന്ന് യേശു അവിടെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും നോക്കി യേശു പറയാണ്, നിന്റെ വീടിന് ഇന്ന് രക്ഷ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന് പകരം നിന്നുകൊണ്ടാണ് ഞാൻ ഇന്നത് പ്രഖ്യാപിക്കുന്നത്. ഇന്ന് നിന്റെ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ദൈവത്തിന് ഇങ്ങനെ വരുമ്പോൾ തന്നെ പൈശാചിക ശക്തികൾ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവപുത്ര, സമയമാകുന്നതിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കരുതേ, ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം പൈശാചിക ശക്തികൾക്ക് യേശുവിനെ ഭയമാണ്. നിങ്ങൾ പിശാചിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, യേശുവിനെ കൂട്ടിക്കൊണ്ട് അങ്ങ് പോയാൽ മതി. പിശാച് ഭയന്ന് വീട്ടിൽ നിന്ന് പുറത്ത് ചാടിക്കോളും. പരിശുദ്ധാത്മ പ്രത്യേകിച്ച് എന്നോട് പറയുന്നു, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ഷുഗർ പ്രോബ്ലം അവസാനിക്കുകയാണ്. ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ബോധ്യം കിട്ടും, എന്നോടാണ് ബ്രദർ ഈ പറയുന്നത്. ഡയബറ്റിക് പ്രോബ്ലം ഉള്ള ചിലരുടെ ആ പ്രയാസത്തിന് ഇന്ന് തീരുമാനമായി. ഹല്ലേലൂയ. കാരണം യേശു ഇറങ്ങി വരുമ്പോൾ രോഗങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടും. കോമയും ഹൈഫണും ഒന്നല്ല ഇടുന്നത്, ഒരു ഫുൾ സ്റ്റോപ്പ് കർത്താവ് ഇടും. ആ രോഗം അവിടെ അവസാനിക്കട്ടെ. യേശു ചിലരെ നോക്കി പറയുന്നു, മോനെ മോളെ, നീ ഇത്രത്തോളം സഹിച്ചത് മതി, ഇനി നീ സഹിക്കണ്ട, ഇന്ന് ഞാൻ നിനക്കൊരു വിടുതൽ നൽകുകയാണ്. കൈനീട്ടി എത്ര പേർ സ്വീകരിക്കും? കർത്താവ് തരുന്ന വിടുതൽ, കർത്താവ് തരുന്ന ആശ്വാസം, കർത്താവ് തരുന്ന സമാധാനം, കർത്താവ് തരുന്ന രക്ഷ, സന്തോഷം. രണ്ട് കൈകളും ഉയർത്തി നീട്ടി ഇങ്ങനെ പറയാമോ, കർത്താവേ, ഞങ്ങളുടെ ആശ്വാസത്തെ, വിടുതൽ എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറ. ആമേൻ. കൈകൾ താഴെയിടാം. 19-ാമത്തെ വചനത്തിൽ കാണുന്നത് മനസ്സുള്ള യേശു. പറഞ്ഞേ, മനസ്സുള്ള യേശു. ഉറക്കെ പറയാം, മനസ്സുള്ള യേശു. എല്ലാവരും പറഞ്ഞില്ല. മനസ്സുള്ള യേശു. എന്തിനു മനസ്സുള്ള യേശു? വിളിച്ചാൽ വന്ന് വിടുവിക്കാൻ, വീട്ടിലേക്ക് വരാൻ, മരിച്ച ആളുടെ മേൽ കൈവച്ച് ജീവിപ്പിക്കാൻ ഒക്കെ മനസ്സുള്ള യേശു. ഒരിക്കൽ കൂടെ വലതുകരം ഉയർത്തി പറയാം, മനസ്സുള്ള യേശു. മനസ്സുള്ള യേശു. A willing Jesus. യേശുവിന് മനസ്സുണ്ട്. 20-ാം വചനം വായിക്കാം. അന്ന് 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളൊരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു. പിറകിൽ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ, ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. ഇപ്പോ ഈ പള്ളിപ്രമാണിയോടൊപ്പം പോകുന്ന യേശുവിന് വീട്ടിലെങ്ങി എത്തിയിട്ടില്ല, പോകുന്ന വഴിക്ക് ഒരു സ്ത്രീ ക്യൂ തെറ്റിച്ച് ഇടയ്ക്ക് കയറി. നിങ്ങളൊരു സ്ഥലത്ത് ക്യൂ നിൽക്കുക. ആ ക്യൂ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പ് ഒരാൾ വന്ന് കയറിയാൽ എന്ത് സ്നേഹമായിരിക്കും അയാളോട്. ചിലപ്പോൾ അറിയാവുന്ന എല്ലാ ഭാഷയും അങ്ങ് പറഞ്ഞെന്നിരിക്കും. രക്ഷിക്കപ്പെട്ടതാണെന്നും യേശുവിനെ വിളിക്കുന്നതാണെന്നും വചനമൊക്കെ ആ സമയത്ത് മറന്നുപോകും. കാരണം എന്താ? നീതിയല്ലത്, ഞാനാണ് ആദ്യം വന്നത്. ഇപ്പം ഇവിടെ ഈ പള്ളിപ്രമാണി വന്ന് യേശുവിനെ ബുക്ക് ചെയ്തു. ശരിയാണോ? യേശുവിനെ ബുക്ക് ചെയ്തു. എന്തിനാ ബുക്ക് ചെയ്തിരിക്കുന്നത്? രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടല്ല, മരിച്ചു കിടക്കുന്ന മകളെ ഉയർപ്പിക്കാൻ. ഇത് മോസ്റ്റ് അർജന്റ് കേസാണ്. ശരിയാണോ? മോസ്റ്റ് അർജന്റ് കേസാണ്, എമർജൻസിയാണ്. ഇതിനിടയിൽ ഒരു സ്ത്രീ വന്ന് ക്യൂവിൽ കയറി. ആ സ്ത്രീ പറഞ്ഞു, ആ സ്ത്രീ വന്നിരിക്കുന്നത്, ആ സ്ത്രീ 12 വർഷമായിട്ട് ബ്ലീഡിംഗ് ഉള്ളൊരു സ്ത്രീയാണ്. 12 വർഷമായി. മറ്റു ചില സുവിശേഷ ഭാഗങ്ങൾ കൂടെ ചേർത്ത് വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ 12 വർഷത്തെ ട്രീറ്റ്മെൻറ്റിൽ പല ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ട് പല രീതിയിലുള്ള മരുന്ന് കഴിച്ച് വസ്തുവകകൾ മുഴുവൻ വിറ്റ് ചികിത്സിച്ചു. ഏറിയ കഷ്ടത്തിലൂടെ പോയി. എല്ലാം തീർന്ന്, ബാങ്ക് ബാലൻസ് ഇല്ല, കിടപ്പാടമില്ല. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വീടിൻ്റെ ഒരു വശത്തുള്ള ഒരു മുറി വാടകയ്ക്കെടുത്ത് അവിടെ കഴിയുന്ന ഒരു സ്ത്രീ. എല്ലാം പോയി. അത്രയ്ക്ക് പ്രയാസത്തിലിരിക്കുന്നൊരു സ്ത്രീ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് പോകുന്ന യേശുവിനെ തടുത്തു നിർത്തി അവൾ ഉള്ളിൽ പറഞ്ഞു, യേശു എൻ്റെ മേൽ തൊടണ്ട, എനിക്കും യേശുവിൻ്റെ മേൽ തൊടണ്ട. പോകുന്ന വഴിക്ക് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഒരറ്റം തൊട്ടാൽ 12 വർഷമായി പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയുന്നു, നിരവധി വർഷങ്ങളായുള്ള നിന്റെ സകല പ്രശ്നങ്ങൾക്കും ഉത്തരം ലഭിക്കുവാൻ നിന്റെ വിരൽ നീട്ടി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ
അറ്റത്ത് നിന്നും ഞാന്ന് കിടക്കുന്ന ഒരു നൂലിലൊന്ന് തൊട്ടാൽ മതി, നിനക്ക് സൗഖ്യമുണ്ടാകും, നിനക്ക് വിടുതലുണ്ടാകും. അപ്പൊ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് 22-ാമത്തെ വചനം വായിക്കുമ്പോൾ, യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ, മകളെ ധൈര്യപ്പെടുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു. 12 വർഷമായുള്ള പ്രശ്നം യേശുവിൻ്റെ ഡ്രസ്സിൽ തൊട്ടപ്പോൾ നിന്നു. ഇന്ന് എത്ര പേർ അങ്ങനെയുള്ളവർ ഇതിനകത്തിരിപ്പുണ്ട്? ഒത്തിരി വർഷമായി അനുഭവിക്കും. 20 കൊല്ലമായി, 25 കൊല്ലമായി, 35 കൊല്ലമായി, 38 വർഷമായി ഈ പ്രശ്നം. ഇന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തെങ്കിലും തൊട്ട് സൗഖ്യമായിട്ടേ ഞാൻ പോകും. തീരുമാനിച്ചുറച്ചു വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തത് നിന്റെ സാക്ഷ്യമാണ് ലോകം കേൾക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി പറയാമോ? അടുത്തത് എൻ്റെ സാക്ഷ്യമാണ്. എല്ലാവരും പറഞ്ഞില്ല? അടുത്തത് എൻ്റെ സാക്ഷ്യമാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. അടുത്തത് എൻ്റെ സാക്ഷ്യമാണ്. എൻ്റെ സാക്ഷ്യമാണ്. ബൈബിൾ പറയുന്നത്, സഭാപ്രസംഗിൽ പറയുന്നത്, കരയാനൊരു കാലം അല്ലേ? കരയാനൊരു കാലം. അങ്ങനെയാണെങ്കിൽ സന്തോഷിക്കാനൊരു കാലമില്ലേ? ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് നടക്കാനൊരു കാലമുണ്ടെങ്കിൽ ലോകത്തോട് സാക്ഷ്യം വിളിച്ചു പറയാനും ഒരു കാലമുണ്ട്. ഞാനിന്ന് ഇവിടെ ഉറക്കെ വിളിച്ചു പറയുന്ന കാലം തികഞ്ഞിരിക്കുന്നു. നിന്റെ സമയമായി. നട്ടലോടെ എഴുന്നേറ്റ് ഈ ലോകത്തോട് ദൈവം എനിക്ക് വലിയവ ചെയ്തു എന്ന് പറയാൻ നിന്റെ സാക്ഷ്യത്തിന്റെ കാലമായി. വിശ്വസിക്കുന്നവർക്ക് കൈകൾ അടിക്കാം. കൈകൾ അടിക്കുന്നവർക്ക് സ്തുതിക്കാം. വായി തുറന്ന് ഹല്ലേലൂയ പറയാം. അങ്ങനെ ആ സ്ത്രീക്ക് സൗഖ്യമായി. അതിൻ്റെ അർത്ഥം എന്താ? യേശു പോകുന്ന വഴിയിലെല്ലാം ആര് പിടിച്ചാലും രക്ഷപ്പെടും. യേശുവിനെ കയറി ആര് പിടിച്ചാലും രക്ഷപ്പെടും. എൻ്റെ ബൈബിൾ പറയുന്നത്, ഈ നാമം വിളിച്ചപേക്ഷിക്കുന്ന സമീപസ്ഥന്മാരും ദൂരസ്ഥന്മാരും രക്ഷിക്കപ്പെടും. അടുത്തു നിന്ന് വന്നിട്ടുള്ളവർ, അകലെ നിന്ന് വന്നിട്ടുള്ളവർ, എല്ലാവർക്കും രക്ഷയുണ്ട്. ഹല്ലേലൂയ. എല്ലാവർക്കെ പറയാമത്, രക്ഷിക്കുന്ന യേശു, സൗഖ്യമാക്കുന്ന യേശു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശു, ദരിദ്രന്മാരെ സമ്പന്നരാക്കുന്ന യേശു. ആർക്ക് വേണം? ഹല്ലേലൂയ. 23-ാം വചനം വായിക്കാം. പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്ന് കുഴലൂതുന്നവരെയും ആരവാരക്കൂട്ടത്തെയും കണ്ടിട്ട്, മാറിപ്പോകുവിൻ, ബാല മരിച്ചില്ലല്ലോ, ഉറങ്ങുന്നതത്രേ എന്ന് പറഞ്ഞു. യേശു മരിച്ച വീട്ടിലെത്തി. എല്ലാ മരിച്ച വീട്ടിലും കുഴലൂതും. പ്രത്യേക പൈപ്പ് വായിക്കുന്ന ആളുകൾ, കുഴൽ വായിക്കുന്ന കുഴലൂത്തുകാർ വരും. ഇതേ കുഴലൂത്തുകാർ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതേ കുഴലൂത്തുകാരെ കല്യാണ വീട്ടിൽ വിളിച്ചാൽ അവർ വായിക്കുന്ന രാഗം വേറെ ആയിരിക്കും. ശ്രദ്ധിക്കുന്നുണ്ടോ? സന്തോഷത്തിൻ്റെ രാഗം വായിക്കും. ഈ കുഴലൂത്തുകാരെ മരിച്ച വീട്ടിൽ വായിച്ചാൽ വിലാപത്തിൻ്റെ രാഗം വായിക്കും. അവസരത്തിനൊത്തുള്ള പാട്ടുകൾ, ഈണങ്ങൾ, രാഗങ്ങൾ അവർക്കറിയാം. കുഴലൂത്തുകാർ, ഈ കുഴലൂത്തുകാരങ്ങ് വിളി തുടങ്ങിയാൽ അതൊരു അകത്ത് വിഷാദഭാവം ഉണ്ടാക്കുന്ന, ദുഃഖഭാവവും കരച്ചിലും കൊണ്ടുവരുന്ന രാഗങ്ങളെ ഇവർ വായിക്കും. ഈ കുഴലൂത്തുകാർ കൂടെ വായിക്കാൻ തുടങ്ങിയപ്പോൾ അയൽപക്കത്തുള്ള പ്രത്യേകിച്ച് സ്ത്രീകൾ, നമുക്കറിയാം, ആരും അല്ലെങ്കിലും ഒരു മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ കുറേ പേർ കരയുന്നത് കാണുമ്പോൾ സ്ത്രീകൾ കൂടെ കരയും. പുരുഷന്മാർ ചിലപ്പോൾ മല്ല് പോലെ ഇങ്ങനെ നിൽക്കും. എന്നാൽ സ്ത്രീകൾ പെട്ടെന്ന് കരയും. ഒത്തിരി പേർ കരയുകയാണ്. അതിനിടയിലേക്ക് യേശു ചെന്ന് ആ കുഴലൂത്തുകാരെയും വിലപിക്കുന്നവരെല്ലാം പുറത്താക്കി. എല്ലാവരും പോ, മാറും മാറും മാറും, കുഞ്ഞ് ഉറങ്ങുക എന്ന് യേശു പറഞ്ഞു. അടുത്തത്, അവരോ അവനെ പരിഹസിച്ചു. അവരെല്ലാവരും കൂടെ, കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുകൂടെ യേശുവിനെ പരിഹസിക്കാൻ തുടങ്ങി. വായിക്കാം. അവൻ പുരുഷാരത്തെ പുറത്താക്കി അകത്ത് കടന്നു, ബാലയുടെ കൈ പിടിച്ചു, ബാല എഴുന്നേറ്റു. വളരെ സിമ്പിളായി യേശു അകത്ത് കയറി ആ കൊച്ചിൻ്റെ കയ്യെ പിടിച്ചിട്ട് എഴുന്നേൽപ്പിച്ചു. അപ്പൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു, ദാ നിങ്ങളുടെ മോള്. യേശുവിന് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത സ്ഥാനത്ത് വളരെ സിമ്പിളായി കാര്യങ്ങൾക്ക് പരിഹാരം വരുത്താൻ കഴിയും. ഹല്ലേലൂയ. യേശുവിന് സകലവും ലളിതമായി ചെയ്യാൻ കഴിയും. മനുഷ്യൻ
ടെൻഷനടിച്ച് ഹൃദയസ്തംഭനം വരുന്ന സ്ഥാനത്ത് വളരെ ലളിതമായ യേശു കാര്യങ്ങൾ ചെയ്യും. അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കൊച്ചുറങ്ങോ, മരിച്ചിട്ടില്ല, ഉറങ്ങോ. തിരമാലകൾ ശക്തമായി അടിച്ച് ഇപ്പോൾ വഞ്ചി മറിയും എന്ന് പറഞ്ഞുകൊണ്ട് നാഥാ രക്ഷിക്കണമേ എന്ന് പറയുന്ന സ്ഥാനത്ത് യേശുവോട് ഉറങ്ങിക്കിടക്കുക. എന്നിട്ട് പറഞ്ഞു, ആ നിമിഷം ബൈബിൾ പറയുന്നു, കാറ്റും കോളും തിരമാലയും അടങ്ങി. ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ഈ ആൻറ്റിയുടെ പേര് കുഞ്ഞുമോൾ എന്നാണ്. എനിക്ക് 2 സാക്ഷികളാണ് പറയാനുള്ളത്. ഒന്ന് തൻ്റെ മകൾക്ക് വേണ്ടിയാണ്. മകൾ ഷിജി താൻ BSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് പാസ്സായതിനു ശേഷം തനിക്ക് 1 വർഷത്തോളം ജോലിയൊന്നുമില്ലാതെ താൻ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. പഠനം കഴിഞ്ഞ് ഒത്തിരി കാശൊക്കെ ചിലവാക്കിയാണ്. പക്ഷേ ചെയ്തത്, ആ മോളുടെ കൈവശം ഒരു പ്രയർ ഡയറി ഉണ്ടായിരുന്നു. ആ ജോലി കിട്ടുന്നതിന് വേണ്ടി, ആ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ സൗദിയിൽ ജോലി കിട്ടുന്നതിന് വേണ്ടി അവർ എഴുതി വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി കർത്താവ് ഒരു ജോലി കൊടുത്തു. അത് മാത്രമല്ല, സാധാരണ 5 ലക്ഷം രൂപ അതിൽ കൂടുതലൊക്കെ വേണ്ടി വരുമായിരുന്നു. പക്ഷെ വളരെ കുറച്ച് ചിലവിൽ 1 ലക്ഷം രൂപയേ ആയുള്ളൂ അവർക്ക് അതിൻ്റെ കാര്യങ്ങൾ നേരെയാകുവാൻ. അങ്ങനെ ഒരു വലിയൊരു അത്ഭുതം പ്രയർ ഡയറിയിലൂടെ കർത്താവ് ഈ സിസ്റ്ററിൻ്റെ മോൾക്ക് കൊടുത്തു. രണ്ടാമത് കർത്താവ് ചെയ്ത അത്ഭുതം എന്ന് പറയുന്നത്, ഈ സിസ്റ്ററിൻ്റെ ആങ്ങളയുടെ മകൻ ബിനു വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷത്തോളമായി അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പൊ മോളുടെ കൈവശം ഉണ്ടായിരുന്ന അതേ പ്രയർ ഡയറി എടുത്ത് കുഞ്ഞിന് വേണ്ടി എഴുതി വെച്ചു. അത്ഭുതകരമായി അവർക്കും കുഞ്ഞ് ലഭിച്ചു. ഇപ്പം 4 മാസം സിസ്റ്റർ പ്രഗ്നന്റ് ആണ്. പ്രയർ ഡയറി 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല, ഇപ്പൊ 4 മാസം പ്രഗ്നന്റ് ആണ്. അങ്ങനെ 2 അത്ഭുതങ്ങളാണ് സിസ്റ്ററിന് ദൈവം കൊടുത്തിരിക്കുന്നത്. കൈകൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഞാനിങ്ങനെ അങ്ങ് ഇത്തിരി നട്ടലോടെ അങ്ങ് പറയാൻ പോകും. നിങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ ഡയറിയിൽ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിച്ച് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ കയറി മഹാദൈവത്തിന് 1000 നാവോടെ സാക്ഷ്യം പറയാൻ പോവുക. ഹല്ലേലൂയ. കർത്താവേ, ഈ 2 വിഷയങ്ങൾക്ക് കൊടുത്ത മറുപടിക്കായി നന്ദി. തുടർന്നും അനുഗ്രഹിക്കണമേ, കോരി ചൊരിഞ്ഞു കൊടുക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. Brother Damien ministering in Dubai Blessing Today Festival. The Holy Spirit says, I am bringing a revival in this land. മാർച്ച് 22 വെള്ളിയാഴ്ച 5:30 PM to 7:30 PM. ABC Hall near Al Mulla Plaza, Hall number 7, Office entrance Al Nada. Contact 0563 422 132. സൂപ്പർ സൺഡേ തിരുവനന്തപുരത്ത് ബ്രദർ ഡാമിയൻ ആന്റണി നേതൃത്വം നൽകുന്ന അനുഗ്രഹദായകമായ വചന ശുശ്രൂഷ മാർച്ച് 24 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. രാജധാനി ഓഡിറ്റോറിയം, കിഴക്കേക്കോട്ട, കോട്ടക്കകം. എക്സ്പീരിയൻസ് റിയൽ മൂവ് ഓഫ് ഗോഡ്. നമുക്ക് ഏവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, തിരുനാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. വിവിധ ആവശ്യങ്ങളുമായി അങ്ങയുടെ സന്നിധിയിലിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങിപ്പോൾ തൊടണമേ, പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹാർട്ട് സംബന്ധമായ ചില രോഗങ്ങളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കും. സൗമ്യ എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഈ സമയത്ത് പ്രത്യേകിച്ച് സൗഖ്യമാക്കുന്ന ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ തന്നെ നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. ഒരു കാതിന് പ്രയാസമുള്ള, കേൾവിക്കുറവും അതോടൊപ്പം മറ്റ് ചില ബുദ്ധിമുട്ടുകളും അകത്തുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ തന്നെ നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. ഫിസ്റ്റുല പോലെയുള്ള രോഗങ്ങൾ, പൈൽസ് പോലെയുള്ള രോഗങ്ങൾ, ഫിഷർ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ
സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. അതുപോലെ അസ്ഥികളോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ, ബോൺ ക്യാൻസർ ആകാം, മജ്ജയിലുള്ള പ്രയാസങ്ങളാകാം, അസ്ഥിയോടനുബന്ധിച്ചുള്ള സകല രോഗങ്ങളും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാൽ മുട്ടുകളുടെ അകത്ത് ഒരു വലിയ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ജീസസ്. പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ട് വല്ലാതൊരു ഭയത്തിൽ കഴിയുന്നൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്വതന്ത്രമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. രോഗാത്മാക്കളാൽ പ്രയാസപ്പെടുന്നവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങ് നൽകുന്ന വലിയ വിടുതലുകൾക്കായി നന്ദി പറയും. ഈ സമയത്ത് 2 കരങ്ങളും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ച് നിങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും ഒരു വലിയ വിടുതൽ ഇപ്പോൾ സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു വിടുതൽ കർത്താവ് ഇപ്പോൾ നീ പകരുന്നതിനായി നന്ദി. താങ്ക് യു ജീസസ്. വലിയ വിടുതലുകൾക്കായി നന്ദി. ഏത് വിഷയത്തിലും കർത്താവെ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് പ്രത്യേകിച്ച് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ അടിമാലിയിലും തൃശ്ശൂരിലും വെള്ളിയും ശനിയുമായിട്ടാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും വരണം. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. തപാൽ മാർഗം നിങ്ങൾക്കത് സ്വന്തമാക്കാം. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് blessingtoday.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഓൺലൈനായി ഇത് കരസ്ഥമാക്കാൻ കഴിയും. അതിൻ്റെ ബുക്കുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും. ബ്ലെസ്സിങ് ടുഡേയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പാർട്ടായി നിങ്ങൾ മാറുമെങ്കിൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളും വർഷിപ്പ് വീഡിയോകളും എല്ലാം നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ അടിമാലിയിൽ മാർച്ച് 22 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്കും അനുഭവിച്ചറിയുവാൻ ബ്രദർ ഡാമിയൻ ആന്റണിയും കുടുംബവും നയിക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ അടിമാലിയിൽ, പഞ്ചായത്ത് ടൗൺ ഹാൾ, അടിമാലി. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ തൃശ്ശൂരിൽ ബ്രദർ ഡാമിയൻ ആന്റണിയും കുടുംബവും നയിക്കുന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മാർച്ച് 23 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ. വ്യാപാര ഭവൻ ഓഡിറ്റോറിയം നിയർ GEM ഹോസ്പിറ്റൽ, ടൗൺ ഹാളിന് പുറകുവശം, സാഹിത്യ അക്കാദമി റോഡ്, ചെമ്പുക്കാവ്, തൃശൂർ. ഡെലിവറൻസ് ക്ലിനിക് ബാംഗ്ലൂരിൽ മാർച്ച് 29, 30, 31 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെ. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് വിടുതലിനായി ഡെലിവറൻസ് ക്ലിനിക് ബാംഗ്ലൂർ. വിശ്രാന്തി നിലയം CSI വിമൻസ് ഹൗസ്, ഇൻഫൻട്രി റോഡ്, ഓപ്പോസിറ്റ് ഹിന്ദു ന്യൂസ് പേപ്പർ, ബാംഗ്ലൂർ. കോൺടാക്ട് 9170 220 12173. ഈ ആഴ്ചയിലെ മിറക്കിൾ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും. വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ, കൊച്ചിൻ ബ്ലെസ്സിംഗ് സെൻറ്റർ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുവിൻ.